അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജഗന്നിയന്താവായ അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. കുടുംബജീവിതത്തിലെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. കുടുംബജീവിതത്തിൽ അള്ളാഹു നൽകുന്ന വലിയ സൗഭാഗ്യങ്ങളാണ്, അനുഗ്രഹങ്ങളാണ് സന്താനങ്ങൾ, മക്കൾ. ആ മക്കൾ നന്നാവണം, നന്നായി വളരണം, നാടിന്, വീടിന്, സമൂഹത്തിന്, സമുദായത്തിന് ഉപകാരമുള്ള മക്കളാകണം. ആ സന്താനങ്ങൾ ആദ്യം പഠിക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ്. മാതാവിൻ്റെ, പിതാവിൻ്റെ വാക്കുകൾ കേട്ട്, അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട്, അവരുടെ ജീവിതം കണ്ട് ആ കുട്ടി പഠനത്തിന് ആരംഭം കുറിക്കുന്നു. ഒരു കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയം ആ കുട്ടിയുടെ ഉമ്മയാണ്. ഉമ്മ നന്നാവൽ അത്യാവശ്യമാണ്. പിതാവ് പ്രഭാതം മുതൽ പ്രദോഷം വരെ ജോലിക്ക് പോകുന്നു, പ്രയാസപ്പെടുന്നു, തിരിച്ചു വരുന്നു. പിന്നെ ആ കുട്ടിയുമായി ബന്ധപ്പെടുന്നത് ഉമ്മയാണ്. ഉമ്മ നന്നായാൽ ആ വീട് നന്നാവുന്നു. സ്ത്രീ നന്നായാൽ ആ വീട്, അയൽവക്കം, ആ നാട്, ഗ്രാമം, ലോകം. അങ്ങനെ സ്ത്രീകളുടെ നന്മയിലാണ്, സ്ത്രീകളുടെ നല്ല പ്രവർത്തനങ്ങളിലാണ് വിജയത്തിൻ്റെ നിധാനം. പ്രവാചകൻ പറയുന്നതായി കാണാം, നീ വിവാഹം കഴിക്കുന്നത് ഒരു സ്ത്രീ എന്നതിലപ്പുറം നിൻ്റെ മക്കളുടെ ഉമ്മയാണ്. എത്ര അർത്ഥവത്തായ വാക്കാണ് പറഞ്ഞത്. നിൻ്റെ കുട്ടികളുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ ആ കുട്ടി ധാരാളം പഠിക്കേണ്ടത് ഉമ്മയിൽ നിന്നാണ്. അദ്ദുന്യ കുല്ലുഹാ മത്താ ഖൈറു മത്താഇ ദുന്യ അൽ മർഅത്തു സ്വാലിഹ. ഈ പ്രപഞ്ചം മുഴുവനും വിലമതിക്കാത്ത ധാരാളം ഉൽപ്പന്നങ്ങളുടെ കേന്ദ്രങ്ങളാണ്. അതിലേറ്റവും വിലമതിക്കാത്തത് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ സ്ത്രീയാണ്. മനഃശുദ്ധിയുള്ള, നാവ് ശുദ്ധിയുള്ള, പ്രവർത്തനങ്ങൾ ആത്മീയമായ ശുദ്ധത നിറഞ്ഞ സ്ത്രീയാണ്. ആ കുട്ടി, ആ സന്താനങ്ങൾ ഉമ്മയിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഗർഭസ്ഥ ശിശുവാകുമ്പോൾ തന്നെയാണ്. ഉമ്മയുടെ ആരാധനാ കർമ്മങ്ങൾ, ഉമ്മയുടെ നാവിൽ നിന്ന് പ്രോജ്വലിക്കുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, ആത്മീയമായ വ്യത്യസ്തമായ ആരാധനകൾ ആ കുട്ടിയിൽ അത് ഫലം ചെയ്യുന്നു. ആ കുട്ടി വളരുമ്പോൾ ആ കുട്ടി ഉമ്മയിൽ നിന്ന് ധാരാളം ആരാധനകൾ പഠിക്കുന്നു. ഒരു വേള ഉമ്മ ആ കുട്ടിയെ സുബഹിക്ക് എഴുന്നേൽപ്പിക്കാൻ വൈകിയാൽ ആ കുട്ടി ഉമ്മയെ വിളിക്കുന്നു, ഉമ്മ സുബഹിയുടെ സമയമായി. എന്നും വിളിക്കാറുള്ള ഉമ്മക്ക് ഒരു ദിവസം വിളിക്കാൻ പറ്റിയില്ല, ഉറങ്ങിപ്പോയി. എത്ര സന്തോഷമുള്ള വീടാണ് ആ വീട്. സന്തുഷ്ട കുടുംബം, ആത്മീയത നിറഞ്ഞ കുടുംബമാണ്. അതിന് മാതാവ് വളരെയേറെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ഇനി ഞാൻ പഴയ ഒരു സ്ത്രീയല്ല, എൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതൽ അള്ളാഹുവിലേക്ക് എടുക്കണം. ആരാധനാ കർമ്മങ്ങളിൽ ധാരാളമായി ഞാൻ ഇറങ്ങേണ്ടതുണ്ട്. എന്നെ കണ്ട് എൻ്റെ ഉമ്മ പഠിക്കും, എൻ്റെ മക്കൾ പഠിക്കും. അങ്ങനെ പഠിച്ച് എൻ്റെ മക്കൾ ഭാവിയിൽ അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ നിറഞ്ഞു നിൽക്കണം. മന്ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ, കാണിച്ചു കൊടുത്താൽ, ആരെല്ലാം ആ നന്മ കണ്ട് പഠിക്കുന്നു, ആ പ്രവർത്തികളുടെയൊക്കെ ഒരു ഓഹരി ആര് കാരണക്കാരാണോ, ആരിൽ നിന്ന് ദർശിച്ചിട്ടാണോ ഇത് ചെയ്തതെങ്കിൽ അവനക്കും ആ പ്രവൃത്തി ലഭിക്കും. നാം ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ മാതാവിലേക്ക് ലഭിക്കുന്നു. മാതാവിൻ്റെ മാതാവ് അങ്ങനെ ആ പരമ്പര നീണ്ടുപോകുന്നു. എന്നാലോ നമ്മളിൽ ഒരു അളവ് പോലും കുറയുകയില്ല. വളരെയേറെ ചിന്തിക്കേണ്ട ഒരു പാഠമാണ്, ഗഹനമായി നാം ചിന്തിക്കേണ്ട ഒരു മേഖലയാണിത്. കുടുംബജീവിതത്തിൽ തകരുന്ന മക്കളുടെ അവസ്ഥകളൊക്കെ ആ അടിത്തറയെ ബാധിച്ചിരിക്കും, മാതാപിതാക്കളെ ബാധിച്ചിരിക്കും. മാതാപിതാക്കളുടെ പ്രവർത്തനങ്ങളും അവരുടേതായ ഒരുപാട് സംഗതികൾ കുട്ടി പഠിച്ച് ആ കുട്ടി സമൂഹത്തിലിറങ്ങുമ്പോൾ ആ കുട്ടിയുടെ പ്രവൃത്തിയിൽ അത് വരുന്നു. ആ കുട്ടി പല കുട്ടികളും നാം ഇടപഴകുമ്പോൾ മദ്രസയിലും സ്കൂളിലും ഒക്കെ ആ കുട്ടികളുടെ നാവ്, ആ കുട്ടികളുടെ പ്രവർത്തനങ്ങളൊക്കെ, ഓരോ പ്രവർത്തനങ്ങൾ വരുമ്പോൾ ചോദിക്കുമ്പോൾ, രഹസ്യമായി ചോദിക്കുമ്പോൾ കുട്ടി പറയും, ഞാൻ ഈ വാക്ക് കേട്ടത്, ഞാൻ പ്രവൃത്തി ചെയ്യാനുള്ള കാരണം ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ കുട്ടികളുടെ എല്ലാ സംഗതികളും നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കും. എപ്രകാരം ഒരു തിന്മ കുട്ടി പഠിച്ചുവെങ്കിൽ ആ കുട്ടി വളർന്നു, നമ്മളൊക്കെ മരിച്ചു പോകും, മാതാപിതാക്കളൊക്കെ. പിന്നെ ആ കുട്ടി ജീവിക്കുന്നു. അങ്ങനെ ആ കുട്ടി വലുതായ കുട്ടി വിവാഹം കഴിക്കുന്നു, അവരുടെ മക്കൾ. നമ്മളുടെ തിന്മ കണ്ട് ആ കുട്ടി പഠിച്ചുവെങ്കിൽ ആ കുട്ടിയുടെ തിന്മയുടെ ആ അവാബ്, ശിക്ഷ നമ്മളും അനുഭവിക്കുന്നു.
നാം കാരണമാണ് ആ കുട്ടി ആ പ്രവൃത്തി ചെയ്യുന്നത്. നമ്മൾ മരിച്ചാലും ആ കുട്ടി ചെയ്യുന്ന തിന്മകളുടെയൊക്കെ അദാബ്, ശിക്ഷ നമ്മൾ അനുഭവിക്കുന്നു ഖബറിൽ കിടന്നുകൊണ്ട്. നല്ല കാര്യമാണെങ്കിലോ അതിൻ്റെ പ്രതിഫലമൊക്കെ പരമ്പരാഗതമായി നാം അനുഭവിക്കുന്നു. അത്രയേറെ മഹത്തമായി സൂക്ഷിക്കേണ്ടതാണ് കുടുംബജീവിതം. അല്ലാഹു തആല നല്ല കുടുംബജീവിതത്തിൽ നമുക്കെല്ലാം തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.